വള്ളിപ്പടർപ്പുകൾ കയറിയും മരച്ചില്ലകൾക്കിടയിൽ മറഞ്ഞും യാത്രക്കാർക്ക് ഒരു സൂചനയും നൽകാതെ ഒളിച്ചു നിൽക്കുകയാണ് പല പ്രധാന റോഡിലെയും സൂചനാ ബോർഡുകൾ. മഴ പെയ്തതോടെ റോഡരികുകളിൽ പാഴ്ചെടികൾ തഴച്ചു വളർന്നതാണ് സൂചനാ ബോർഡുകൾ മറയാൻ കാരണം. ജില്ലയുടെ മിക്ക ഭാഗങ്ങളിലും ട്രാഫിക് സൂചനാ ബോർഡുകളും വഴികാണിക്കുന്ന ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബോർഡുകൾക്ക് മുന്നിലൂടെ കടന്നുപോകുന്നവർ ട്രാഫിക് നിയമം ലംഘിക്കുകയോ അവർക്ക് വഴി തെറ്റുകയോ ചെയ്താൽ കുറ്റം പറയാനാവില്ല. കാരണം ബോർഡ് കണ്ടാലല്ലേ അത് പാലിക്കാൻ പറ്റൂ. മുന്നിൽ വളവുണ്ടെന്നും സമീപത്ത് സ്കൂളുണ്ടെന്നും ഓവർടേക്കിംഗ് നിരോധിച്ച മേഖലയാണെന്നുമൊക്കെ സൂചന നൽകുന്ന ബോർഡുകളാണ് ആളുകൾക്ക് പ്രയോജനമില്ലാതെ ഒളിച്ചിരിക്കുന്നത്. വഴിനീളെ വഴികാട്ടുന്ന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവ നിലവിൽ യാത്രക്കാരെ വഴിതെറ്റിക്കും വിധം വള്ളിപ്പടർപ്പുകൾക്കിടയിലാണ്. മഴ പെയ്ത് ജില്ലയിലെ അത്യുഷ്ണം ശമിച്ചതോടെ അവധി ദിനങ്ങളിൽ സഞ്ചാരികളുടെ പറുദീസയാവുന്നുണ്ട് പാലക്കാട്. അവർക്ക് സഹായമാകേണ്ട ബോർഡുകളാണ് നശിക്കുന്നത്. അന്തർജില്ലാ അന്തർസംസ്ഥാന യാത്രക്കാർ ജില്ലയിലൂടെ ദിനംപ്രതി കടന്നുപോകുന്നുണ്ട്. സൂചനാ ബോർഡുകൾ കാടുകയറിയതോടെ ഇത്തരം യാത്രക്കാരും ദുരിതത്തിലാകുന്നു. കൊടും വളവുകളും മറ്റും തിരിച്ചറിയാൻ കഴിയാതെ അപകടത്തിൽപ്പെടുന്നവർ നിരവധിയാണ്. സൂചനാ ബോർഡുകളുടെ ഈ സ്ഥിതി രാത്രികാല യാത്രക്കാരെയാണ് ഏറെ വലയ്ക്കുന്നത്. സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുമ്പോഴുള്ള അധികാരികളുടെ ആവേശം പിന്നീട് കാണുന്നില്ലെന്നാണ് യാത്രക്കാരുടെ ആരോപണം. ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ അധികൃതർ താൽപര്യം കാണിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.